ഡേ 16. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോസ് അബൌട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അറിയാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡേ 15 ഒന്ന് ഹാഷ് ഓവർ ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദറ്റ് നൗ ആൻഡ് യു വാച്ചിങ് BBCM ബാംഗ്ലൂർ ഓൺ കൺഫ്യൂസ്ഡ് മല്ലോ. അപ്പോൾ ഡേ 15 നമ്മൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു Q&A ആണ് ചെയ്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഇതുവരെ നമ്മുടെ ഗ്രോയിങ് യൂട്യൂബ് ജേർണിയിലല്ല കാര്യങ്ങളെല്ലാം മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ Q&A ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ട്സ് വെയിറ്റ് ലോസ് എന്നാണ്. പ്രൊമോട്ട്സ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു എക്സസീവ് എമൗണ്ട് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കീറ്റോ ഡയറ്റ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കീറ്റോജെനസിസ് ആകും. കീറ്റോജെനസിസ് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ എൻ്റെ ഡേ 1 വീഡിയോ ചെക്കൗട്ട് ചെയ്താൽ മതി, അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കീറ്റോജെനസിസ് ആണ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ സ്റ്റോർഡ് ഫാറ്റ് ബേൺ ആകാൻ തുടങ്ങും. എസ്പെഷ്യലി നമ്മൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലും കൂടിയാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു വെയിറ്റ് ലോസ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ദി സെക്കൻഡ് വൺ ഇസ് അൺറെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അലൗഡ്. അപ്പം നമ്മൾ ബാക്കിയെല്ലാം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടാകും. ബട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഈറ്റിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും കഴിക്കുക അൺടിൽ യു റീച്ച് യുവർ കാലറി ഗോൾ. അതും കാലറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ബെറ്റർ ഫോർ വെയിറ്റ് ലോസ്. ദി തേർഡ് പോയിന്റ് ഇസ് ഈസി ടു ഫോളോ. ഈസി ടു ഫോളോ എന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഇത്. പിന്നെ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞ പോയിന്റ് പോലെ അൺറെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അലൗഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമല്ലേ. അത് കാരണം ദിസ് ഈസ് കോൾഡ് ഈസി ടു ഫോളോ. സോ ദ ഫോർത്ത് വൺ ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്. ഞാൻ ഇതുവരെയും ടിൽ ദ ഡേറ്റ് വായിച്ചേക്കണ എല്ലാ റിസർച്ച് പേപ്പറിലും മെൻഷൻ ചെയ്തേക്കണ ഇറ്റ് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത് എന്നാണ്. IF മെത്തേഡിൻ്റെ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്യണ കാരണം തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. ലൈക്ക് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ റെഡ്യൂസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഫോർ ആൻ എക്സാമ്പിൾ, പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആക്കടെ മേത്ത് പ്രൊഡ്യൂസ് ആണ് ഇൻസുലിൻ അവരുടെ ബോഡി തന്നെ റെസിസ്റ്റ് ചെയ്യും. ഇതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാറ്. അപ്പം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ ഡേ 17 വീഡിയോയിൽ എന്താണ് കോൺസ് അബൌട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് അറിയാൻ പോണത്. ആൻഡ് നിങ്ങൾ എൻ്റെ ഡേ 14 സെക്കൻഡ് വീക്കിലെ വെയിറ്റ് അപ്ഡേറ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.